ഹായ് ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോർട്ട് കട്ടിനകത്ത് എങ്ങനെ 3 പോയിൻ്റ് എഡിറ്റിംഗ് നടത്താമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 3 പോയിൻ്റ് എഡിറ്റിംഗ്, എന്താണ് ഈ 3 പോയിൻറ്റുകൾ? ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് മനസ്സിലാക്കാം. ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊരു വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ഫയലിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം, ശേഷം ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വീഡിയോ, നമുക്ക് പോസ് ചെയ്യാം. അപ്പം ഈ 3 പോയിൻറ്റുകളിനകത്ത് 2 പോയിൻറ്റുകൾ കണ്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഈ എൻഡ് പോയിൻറ്റുമാണ് 2 പോയിൻറ്റുകൾ. ഓക്കെ, ഈ പോയിൻറ്റുകൾക്കൊരു പേരുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ ഇൻ പോയിൻ്റ് എന്ന് പറയാം, എൻഡ് പോയിൻറ്റിനെ ഔട്ട് പോയിൻ്റ് എന്ന് പറയാം. അപ്പം ഈ പോയിൻറ്റുകളുടെ മുകളിൽ നിങ്ങളുടെ മൗസിൻ്റെ കഴ്സർ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൗസ് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പോയിൻറ്റ് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി തൊട്ട് ഈ വീഡിയോയുടെ ക്ലിപ്പ് ഇവിടെ തൊട്ടായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, നേരത്തെ തൊട്ടേ ഉണ്ട്, പക്ഷേ ഇവിടെ തൊട്ടായിരിക്കും ഇനിയും തൊട്ട് അങ്ങോട്ട് തുടങ്ങുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ഔട്ട് പോയിൻറ്റ് നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്ത് നീക്കാൻ പറ്റും, കണ്ടില്ലേ? ഓക്കെ, അപ്പം ഇതൊരു നല്ല കാര്യമാണ്. അതായത് നിങ്ങൾക്ക് 1 മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് 10 സെക്കൻഡ് മതി ടൈം ലൈനകത്ത് ഇട്ടാൽ മതിയെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ചാണ് ഇത് കൺട്രോൾ ചെയ്തത്, അല്ലാതെ തന്നെ കീബോർഡിലെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇത് തീരുമാനിക്കാവുന്നേ. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ആണ്, പ്ലേ ചെയ്തു. ഓക്കെ, ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്ന് എന്ത് വേണം, കീബോർഡിലെ ഐ പ്രസ് ചെയ്യുക, അപ്പം ഇവിടെ ഇൻ പോയിൻറ്റ് സെറ്റ് ആവും, കണ്ടില്ലേ? എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, ഇവിടെ വരെയാണ് വേണ്ടത്. അന്നേരം എന്ത് വേണം, കീബോർഡിലെ ഓ പ്രസ് ചെയ്യുക, അപ്പോൾ ഔട്ട് പോയിൻറ്റ് ഇവിടെ വരും, കണ്ടില്ലേ? ഇനി അപ്പോൾ ഇതാണ് 2 പോയിൻറ്റുകൾ. 3 പോയിൻ്റ് എഡിറ്റിങ്ങിനകത്ത് 2 പോയിൻറ്റുകൾ ഇത് രണ്ടുമാണ്. മൂന്നാമത്തെ പോയിൻ്റ് വരുന്നത് ടൈം ലൈനിനകത്താണ് കേട്ടോ. ഓക്കെ, ടൈം ലൈനിനകത്ത് നിങ്ങൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അതാണ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് വീഡിയോ എവിടെ ഇടണം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രീമിയർ പ്രോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രീമിയർ പ്രോയ്ക്കകത്ത് സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ഹെഡ് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഷോർട്ട് കട്ടിനകത്ത് അത് പറ്റത്തില്ല. ഓക്കെ, ഷോർട്ട് കട്ടിനകത്ത് ഏതെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് പ്ലേ ഹെഡ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതനുസരിച്ച് നമുക്ക് വീഡിയോ എവിടെ ഇടണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ടൈം ലൈനിനകത്ത് ഒരു വീഡിയോ ട്രാക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ടൈം ലൈൻ മെനുവിനകത്തില്ല, ഇവിടെ ട്രാക്ക് ഓപ്പറേഷൻസിനകത്തില്ല, അവിടെ ആഡ് വീഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ട്രാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോയുടെ മുകളിൽ നമ്മുടെ മൗസിൻ്റെ കഴ്സർ കൊണ്ട് വെക്കുക, മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വന്നത് ഈ ട്രാക്കിലോട്ട് വരിക, കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് വീഡിയോ എവിടെ വേണമെന്നുണ്ടെങ്കിലും തീരുമാനിക്കാൻ പറ്റും, കണ്ടില്ലേ? ഓക്കെ, പക്ഷേ നിങ്ങൾ മറ്റൊരു പ്രോഗ്രാമിനകത്തായിരുന്നെങ്കിൽ, അതായത് ഈ ട്രാക്ക് ആഡ് ചെയ്യാതെ തന്നെ, അതായത് ട്രാക്കല്ല, ഈ വീഡിയോ ആഡ് ചെയ്യാതെ തന്നെ പ്ലേ ഹെഡ് മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പ്ലേ ഹെഡ് മൂവ് ചെയ്ത് കീബോർഡിലെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ആ വീഡിയോ അവിടെ ആഡ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചെയ്തത്, മൗസ് ഉപയോഗിച്ചാണ് വീഡിയോ കൊണ്ടുവന്ന് മൂന്നാമത്തെ പോയിൻറ്റിൽ ഇട്ടത്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് ഏതാണ്, ഈ ടൈം ലൈനിനകത്ത് ഏത് പോയിൻറ്റും ആയിരിക്കും, അത് നമ്മൾ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം കണ്ടോ, നമ്മൾ ഈ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് ലെങ്ത്ത് വരുന്നത്, കണ്ടില്ലേ? ഇവിടെ വരെയാണ് നമുക്ക് പ്ലേ ഹെഡ് മാക്സിമം മൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ വേറെ ചില പ്രോഗ്രാമിനകത്ത് നമുക്ക് ഈ പ്ലേ ഹെഡ് അത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഷോർട്ട് കട്ടിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള 3 പോയിൻ്റ് എഡിറ്റിംഗ് ആണ് നമുക്ക് സാധ്യമാക്കുന്നുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ വരേണ്ടത് ഈ പ്ലേ ഹെഡ് ഇരിക്കുന്നത് ഇവിടെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയാണ് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ നമ്മൾ സോഴ്സിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ അവിടെ വരുന്നതായിരിക്കും, കണ്ടല്ലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്ലേ ഹെഡ് എവിടെ കൊണ്ടുവന്ന് വെക്കണം, വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ആ പ്ലേ ഹെഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്, കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല കാര്യമാണല്ലേ? ഇനി വേറൊരു വീഡിയോ ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നെങ്കിലോ, ഇപ്പോൾ സോഴ്സിനകത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഈ പേസ്റ്റ് ബട്ടൺ ഉപയോഗിക്കുമ്പോൾ വരുന്നത് കേട്ടോ. സോഴ്സിനകത്ത് വേറൊരു വീഡിയോ ആണ് കിടക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഓപ്പൺ ഫയൽ കൊടുക്കാം, വേറൊരു വീഡിയോ സെലക്ട് ചെയ്യാം, ഓപ്പൺ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സോഴ്സിനകത്ത് കിടക്കുന്ന വേറൊരു വീഡിയോ ആണെങ്കിൽ ഇതാണ് വീഡിയോ കിടക്കുന്നതെങ്കിൽ നമ്മളിവിടെ പേസ്റ്റ് ബട്ടൺ ഉപയോഗിക്കുമ്പോൾ ആ വീഡിയോ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, കണ്ടില്ലേ? ആ വീഡിയോ അവിടെ വന്നു, അതനുസരിച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് തള്ളി മറ്റേ വീഡിയോയും തള്ളി അങ്ങോട്ട് പോയി, കണ്ടില്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ തള്ളതും വേണ്ട, ഈ വീഡിയോയുടെ ഇടയ്ക്കോട്ടാണ് ഒരു വീഡിയോ ഇടേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്കിപ്പോൾ ഈ വീഡിയോ ഇടേണ്ടതെന്ന് വെക്കുക. നമുക്ക് ഇൻ പോയിൻറ്റ് ഔട്ട് പോയിൻറ്റ് നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഐ പ്രസ് ചെയ്തു, ഓ പ്രസ് ചെയ്തു. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലാണ് ഈ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, ഈ വീഡിയോ ഇവിടെ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കുക, കണ്ടില്ലേ? ശേഷം ഇവിടെ പേസ്റ്റ് ബട്ടൺ അല്ല, അതേ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? വീഡിയോ അവിടെ നിന്ന് മുറിഞ്ഞിട്ട് തള്ളി മുന്നോട്ട് പോയി, ശേഷം അടുത്ത ക്ലിപ്പ് ഇതാണ് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3 പോയിൻറ്റിൻ്റെ കാര്യം ഞാൻ ഏകദേശം പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു.
ഇനി മറ്റുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എഡിറ്റിങ്ങിന് നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പം വീഡിയോ എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ട് വീണിട്ട് അവിടെയാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, മറ്റേ വീഡിയോ എന്താണ്, തള്ളി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം അതല്ലാതെ വെറുതെ പ്ലേ ഹെഡ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് കുറച്ച് ഭാഗം എന്താണ് ഓവർ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, കണ്ടില്ല, ഓവർ റൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ. അതേ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ കട്ടിങ് നടക്കത്തില്ല, പകരം അതിൻ്റെ മുകളിൽ എന്താണ് ഇപ്പോൾ നമ്മൾ സോഴ്സിനകത്ത് ഓപ്പൺ ചെയ്ത വീഡിയോ വന്ന് കിടക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് നേരത്തെ പോലെ എന്താണ് കട്ട് ചെയ്തിട്ട് തള്ളി നീക്കിയില്ല, പകരം അവിടെ കുറച്ച് ഭാഗത്തേക്ക് ഈ വീഡിയോ വന്നിട്ട് എന്താണ് ഓവർ റൈറ്റ് ആയിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായിട്ടാണ്. ഇനി ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്കിത് എനിക്കൊന്ന് എഡിറ്റിങ്ങിനൊക്കെ ഒത്തിരി ഉപയോഗം വരും കേട്ടോ. പിന്നെ ഉള്ള ഓപ്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ പറയാമേ, ഈ വീഡിയോ നമ്മളിപ്പോൾ കട്ട് ചെയ്തു. ഇപ്പം കട്ട് ചെയ്തിട്ട് ഇതൊരു ക്ലിപ്പായി, ഇതാണ് കണ്ടില്ലേ. ഈ ക്ലിപ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതായത് നമ്മുടെ കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അതിനകത്തൊരു ഭാഗമാണിത്. ഈ ഭാഗം റീപ്ലേസ് ചെയ്ത് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത് വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാണ്, ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആണ് നമുക്ക് ഇവിടോട്ട് റീപ്ലേസ് ചെയ്തിടേണ്ടത്, ഈ ഒരു വീഡിയോയ്ക്കകത്തോട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ സെലക്ട് ചെയ്യുക ആദ്യം, ശേഷം കീബോർഡിലെ 6 പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഇവിടെ റീപ്ലേസ് ആവുന്ന കാണാൻ പറ്റും, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നത് കാണാൻ പറ്റും, കണ്ടോ, ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ കിടന്ന വീഡിയോയെക്കാളും ലെങ്ത് കുറവാണ് ഈ വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് അവിടെ ഗ്യാപ്പ് വന്നത്. ഓക്കെ, അതേസമയം നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിച്ച ക്ലിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ കിടന്ന ക്ലിപ്പിനേക്കാളും കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ നേരത്തെ കിടന്ന ക്ലിപ്പിൻ്റെ ലെങ്ത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും? അവിടെ ഞാനിത് സൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാപ്പിനകത്തോട്ട് വരിക. ഓക്കെ, ഗ്യാപ്പ് സെലക്ട് ചെയ്യുക, അതായത് ഒറ്റ ക്ലിക്ക് കൊടുക്കുക, മൗസിലെ ഇടത്തപ്പെട്ട ഒരു ക്ലിക്ക് കൊടുക്കുക, ഗ്യാപ്പിനകത്തോട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ശേഷം റിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ ഡിലീറ്റ് ആയിപ്പോൾ, കണ്ടില്ലേ. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് വെക്കുക. ഓക്കെ, ഇവിടുത്തെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പിൾ ഡിലീറ്റ് ആണ്. ഇത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പ് ഉണ്ടാകത്തില്ല. ഈ വീഡിയോ ഇവിടെ ഉള്ള അങ്ങോട്ട് പോകുന്ന, അതായത് വൺ സൈഡിലോട്ടുള്ള എല്ലാ വീഡിയോകളും ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും. അതേസമയം വേണ്ട, നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം. അത് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇത്രേ ഉള്ളൂ കാര്യം. വീഡിയോ സെലക്ട് ചെയ്യുക, ശേഷം എന്നിട്ട് ഇവിടെ ലിഫ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ലിഫ്റ്റ്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ അവിടെ നിന്ന് ലിഫ്റ്റ് ആയി പോകും, ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്ടില്ലേ ഇവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ കൊണ്ടുവന്നിടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ റീപ്ലേസിനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നു. അപ്പം നമ്മൾ വീഡിയോ പേസ്റ്റ് ചെയ്യാനും പഠിച്ചു. ഇപ്പോൾ പേസ്റ്റ് ചെയ്യുന്നതിന് തന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ പ്ലേ ഹെഡ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വീഡിയോ പേസ്റ്റ് ചെയ്തല്ലോ. അതിപ്പോൾ ഏത് ട്രാക്കാണോ നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് ആ ട്രാക്കിലായിരിക്കും വീഡിയോ വീഴുന്നത്. ഓക്കെ, ഇപ്പോൾ ദാണ്ടെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രാക്ക് ഞാൻ പുതിയതായിട്ട് ഒരു ട്രാക്ക് ആഡ് ചെയ്തു. ഈ ട്രാക്കിനകത്ത് വെച്ചേക്കാണ്, അതായത് പ്ലേ ഹെഡ് ഇവിടെ ആയിരിക്കുന്നത്. പക്ഷേ ട്രാക്ക് ഇതാണ് സെലക്ട് ചെയ്തെങ്കിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് അറിയാം, വീഡിയോ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ബാധിക്കത്തില്ല, കണ്ടില്ലേ. അതേസമയം ഈ ട്രാക്കിലിരിക്കുകയാണെങ്കിൽ, ഈ ട്രാക്കിലിരുന്നുകൊണ്ടാണ് പ്ലേ ഹെഡ് വെച്ചിട്ട് പേസ്റ്റ് ബട്ടൺ അടിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ എന്താണ് മുറിഞ്ഞിട്ട് ആ വീഡിയോ മുന്നോട്ട് തള്ളിപ്പോയിട്ട് അതിൻ്റെ ഇടയ്ക്കായിരിക്കും കൊണ്ടുവന്ന് ഇടുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ട്രാക്ക് സെലക്ഷൻ എങ്ങനെ അറിയാൻ പറ്റും? ട്രാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ബ്ലൂ കളറായിരിക്കും, കണ്ടില്ലേ. ഒരു പച്ച മഞ്ഞ നിറഞ്ഞ ഒരു കളറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ട്രാക്കിലാണെന്ന് എപ്പോഴും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഇനി അറിയാതെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വീഡിയോ കളഞ്ഞാലോ എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ലോക്ക് ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് കൊടുക്കുക. അപ്പം ഈ ഒരു ട്രാക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, കണ്ടില്ല. ഇനി അറിയാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്യത്തില്ല, അറിയാതെ ഡിലീറ്റ് ചെയ്ത് പോകാനും വരുന്നില്ല. ഓക്കെ, പിന്നെ ട്രാക്ക് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ മൗസ് ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ മൂവ് V1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൗസിൽ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ട്രാക്ക് എടുത്ത് മുകളിലിടാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ തിരിച്ചും കൊണ്ടുവരാൻ പറ്റും, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു കാര്യം വരുന്നത്. ശരിക്കും 3 പോയിൻ്റ് എഡിറ്റിംഗ് വളരെ ചെറിയൊരു ഭാഗമായിരുന്നു, പക്ഷേ ഞാൻ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പറയാൻ വിട്ട കാര്യം ഒന്നാണ് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വീഡിയോ അങ്ങ് അപ്പൻഡ് ആകത്തേ ഉള്ളൂ, കണ്ടല്ലേ. അപ്പോൾ അപ്പൻഡ് അടിച്ച് കാണിക്കാം. പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് കൊടുത്തു, കണ്ടില്ലേ. വീഡിയോ ഇതിൻ്റെ അവസാനം പോയിട്ടാണ് ആകുന്നത്, കണ്ടില്ലേ. ഓക്കെ, പ്ലേ ഹെഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ
പ്ലേ ഹെഡിലാണ് നിങ്ങൾക്ക് എന്താണ് വീഡിയോ വന്ന് വീഴുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പേസ്റ്റ് ബട്ടൺ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കീബോർഡിലെ വി പ്രസ് ചെയ്യുക. വി എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എന്നാണ്. പക്ഷേ ഇവിടെ പേസ്റ്റിന് വന്നേക്കുന്ന കൺട്രോൾ വി ആണ്. ഓക്കെ, അപ്പോൾ ഈ വിയും കൺട്രോൾ വിയും ഏകദേശം ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ഈ പ്ലേ ഹെഡിൽ വീഡിയോ വരുന്നതായിരിക്കും, കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഗൈസ് 3 പോയിൻ്റ് എഡിറ്റിങ്ങുമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.